മലപ്പുറം നിലമ്പൂർ തോൾപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടി കൂട്ടിലായി. ജനവാസ മേഖലയിൽ ഇറങ്ങി ശല്യം രൂക്ഷമായതോടെയാണ് വനം വകുപ്പ് കരടിയെ പിടിക്കാൻ കൂടുവച്ചത്. വിവരങ്ങൾ നൽകാനായി അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട്. അരുൺ, ഈ പ്രദേശത്ത് എത്ര നാളായി കരടിയുടെ ശല്യമുണ്ട്? എപ്പോഴാണ് ഈ കരടി കൂട്ടിലായത്? ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെയാണ് ഇത്തരത്തിൽ കരടി കൂട്ടിലായിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഏകദേശം 1 മാസം മുൻപെയാണ് ഈ വനംവകുപ്പ് ഈ കൂട് സ്ഥാപിച്ചത്. 3 ഇടങ്ങളിലായി കൂട് സ്ഥാപിച്ചിരുന്നു. അതായത് ഈ മേഖലയിലുള്ള ആളുകളൊക്കെ തേൻ ശേഖരിക്കാനൊക്കെ പോകുന്ന അത്തരത്തിലുള്ള തൊഴിലിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അങ്ങനെ കരടിയുടെ ഈ ആക്രമണം നിത്യമായതോടെയാണ് ഈ ആളുകൾ പരാതി അറിയിച്ചത്. ജനവാസ മേഖലയ്ക്ക് സമീപമൊക്കെ കരടി എത്താൻ തുടങ്ങി. അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വനം വകുപ്പ് കൂട് സ്ഥാപിക്കുന്നത്. ഈ ഇത്തരത്തിൽ സ്ഥാപിച്ച 3 കൂടുകളിൽ ഒന്നിലാണ് കരടി ഇന്നലെ അകപ്പെട്ടത്. അർദ്ധരാത്രി 12 മണിയോടുകൂടി കരടി കൂട്ടിലകപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ നിലമ്പൂർ RRT സംഘവും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമെല്ലാം എത്തി കരടിയെ നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഇന്നലെ അർദ്ധരാത്രിയോടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മേഖലയിലൊക്കെ ആളുകൾക്ക് വലിയൊരു ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതിനിടെ കൂടിയാണ് ഇത്തരത്തിൽ കരടി ഇപ്പോൾ കൂട്ടിലാകുന്നത്. വലിയൊരു ആശ്വാസമാണ് നാട്ടുകാർ എന്തായാലും ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഹിമ. ശരി, മലപ്പുറം നിലമ്പൂർ തോൾപ്പാറയിൽ ജനവാസ മേഖലയിൽ ആശങ്ക പരത്തിയിരുന്ന കരടി കൂട്ടിലായി. ജനവാസ മേഖലയിൽ ഇറങ്ങി ശല്യം രൂക്ഷമായതോടെയാണ് വനംവകുപ്പ് എത്തി കരടിയെ പിടിക്കാനായി കൂട് സ്ഥാപിച്ചത്. അർദ്ധരാത്രിയോടെയാണ് ഈ കരടി കൂട്ടിലായത്. അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്.